ഹായ് വെൽക്കം ബാക്ക് ടു എജുപോഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു another ഇംഗ്ലീഷ് ലെസൺ. സോ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനിലായിരിക്കും. നമ്മൾ ഭയങ്കര ക്ലൂലെസ് ആയിരിക്കും. ഈ വരുന്ന ഒരു എക്സാമിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ എൻട്രൻസിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതും എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ന്യായമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യത്തിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എജുപോർട്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ക്രാഷ് പ്രോഗ്രാമോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ബിഗ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം നമുക്ക് നമ്മുടെ എൻട്രൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉദ്ദേശം നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ക്രാഷ് പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോകണം. അത് ഓൺലൈൻ മാത്രമല്ല, ഒരു വീക്ക്ലി ബേസിസിൽ നമ്മൾ കേരളത്തിലെ 70ഓളം നഗരങ്ങളിൽ നമ്മളൊരു ഓഫ്ലൈൻ എക്സാം കൂടെ നടക്കുന്നതായിരിക്കും. വെരി ബിഗ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എജുപോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. പ്രൊപ്പോസിഷൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസിലായിരിക്കും. പേര് നിങ്ങൾ ഇനി അത്ര ഫെമിലിയർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കാണുന്ന ഓണ്, ഫ്രം, അറ്റ്, ഇന്ന്, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വേർഡുകളൊക്കെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു സെന്റൻസിനകത്ത് നമ്മൾ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊപ്പോസിഷൻ, ചുരുക്കി പറഞ്ഞാൽ, ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിനാണ് നമ്മൾ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു 5 മിനിറ്റിന്റെ വീഡിയോയിൽ എല്ലാം കവർ ചെയ്തില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ശ്രദ്ധിച്ചോ, ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്നാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം? ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധനത്തിന്റെ അകത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ദ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്. ബാഗിന്റെ അകത്ത് എന്ന് പറയാനാണ് നമ്മൾ ഇൻ എന്നുള്ള പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നപ്പോഴാണ് ഒരു സാധനത്തിന്റെ മുകളിൽ എന്ന് പറയാനാണ്, ഒന്നിന്റെ ഒരു സർഫസിൽ എന്ന് പറയാനാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, refers to being physically in contact with or supported by something. എക്സാമ്പിൾ നോക്കിയോ, ദ കപ്പ് ഈസ് ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മുകളിൽ എന്ന് പറയാനാണ് നമ്മൾ ഓൺ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അറ്റ്, മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അറ്റാണ്. അറ്റ് ചില കേസുകളിലൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ട് വരാറുണ്ട്. കാരണം ഇത് ഒരു ലൊക്കേഷനെ കാണിക്കാനാണ്, ഒരു സ്പെസിഫിക് ലൊക്കേഷനെ കാണിക്കാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പേസ് മാത്രമല്ല, ടൈമിലെയും ഒരു സ്പെസിഫിക് ലൊക്കേഷൻ കാണിക്കാനും നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷീസ് അറ്റ് ദ പാർക്ക്. അവൾ സ്പെസിഫിക്കലി സ്പേസിൽ പാർക്കിലാണ്, അല്ലെങ്കിൽ സ്പേസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, പാർക്കിലാണെന്ന് സ്പെസിഫിക്കലി പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? അറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നാലാമത്തെ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഫോർ ആണ്. ഫോർ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതില്ലേ, വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ചില കേസുകളിൽ നമ്മൾ ഡ്യൂറേഷൻ, ഇത്ര സമയത്തേക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ ഫോർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ആ പർപ്പസ്, എന്താണ് ആ ബെനിഫിറ്റ് എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയോ, ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു. ഈ ഗിഫ്റ്റ് നിനക്ക് വേണ്ടിയിട്ടാണ്. ആ വേണ്ടി എന്നുള്ള ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഫോർ യൂസ് ചെയ്തിരിക്കുന്നത്. വിത്ത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വിത്ത് നമ്മൾ കൂടെ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ് വിത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയോ, ഷീ വെൻ വിത്ത് എ ഫ്രണ്ട്. അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ പോയി എന്നുള്ളതാണ് വിത്ത്. അവിടെ കൂടെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കാണിക്കുന്നത്. ഇനി ടു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു എന്ന് പറയുന്നത്. ടു നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ലേക്ക് എന്നുള്ള സാധനമാണ്, എങ്ങോട്ടേക്ക്. അതെന്താണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനോ ഒരു മൂവ്മെന്റ് ആണ്. എന്തിലേക്കുള്ള ഒരു ഡയറക്ഷനോ മൂവ്മെന്റോ ആണ് അത് കാണിക്കുന്നത്. ഹി വെന്റ് ടു ദ സ്റ്റോർ. സ്റ്റോറിലേക്ക്, അവൻ സ്റ്റോറിലേക്ക് പോയി. ഇനി ഫ്രം, നമ്മൾ ടു പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഫ്രം എന്ന് പറയുന്നത്. ടു എന്ന് പറയുന്നത് എങ്ങോട്ടൊക്കെയുള്ള ഒരു ഡയറക്ഷനാണ്. പക്ഷെ അത് എവിടെ നിന്നും എന്നുള്ളത് കാണിക്കുന്നതാണ് ഫ്രം. ഇവിടെ കണ്ടോ, ഷീ റിട്ടേൺ ഫ്രം വെക്കേഷൻ. അവള് വെക്കേഷനിൽ നിന്നും തിരിച്ചു വന്നു. ബൈ ചിലപ്പോൾ നമുക്ക് തെറ്റിക്കാറുള്ള ഒരു സാധനമാണ്. ബൈ നമ്മൾ യൂസ് ചെയ്യുന്നതില്ലേ, എന്ത് വഴി, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്ത് മീൻസ് യൂസ് ചെയ്തിട്ടാണ് ആ സംഭവം നടന്നതെന്നുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഈ ട്രാവൽസ് ബൈ ട്രെയിൻ. എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്? ട്രെയിൻ വഴി എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്. വഴി നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ വഴി അവിടെ വന്നില്ലെങ്കിലും എങ്ങനെയാണ് എന്നുള്ളതാണ് ബൈ നമുക്ക് കാണിച്ചിരുന്നത്. ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡേ എന്നുള്ളൊരു സൗണ്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, ദ പേജസ് ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ പേജുകൾ.
എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഇൻ ടു നമ്മൾ നേരത്തെ പോലെ ടു പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ഷൻ മൂവ്മെന്റ് ആണ്, പക്ഷെ ഒന്നിന്റെ അകത്തേക്കുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഷീ ജംപ്ഡ് ഇൻ ടു ദ പൂൾ, പൂളിന്റെ അകത്തേക്ക് എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, നാലാമത്തെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൻ ബിലോ വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് സെലക്ടഡ് ഫ്രം ദോസ് ഗിവൻ ഇൻ ദ ബോക്സ്. നമുക്ക് തന്നിരിക്കുന്നത് ബൈ, ടു, ഓഫ്, ഫ്രം, അറ്റ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ പ്രോഫിറ്റ് dash their sales is split between them and Samman. The profit dash എന്തിന്റെ പ്രോഫിറ്റാ, എന്തിന്റെ പ്രോഫിറ്റാ, എന്തിൽ നിന്നുമുള്ള പ്രോഫിറ്റാ, പ്രോഫിറ്റ് ഫ്രം their sale, എന്തിൽ നിന്നും എന്നുള്ളതിനെ നമ്മൾ ഫ്രം ആണ് യൂസ് ചെയ്തത്. ഫ്രം their sales is split between them and Samman. The money that rickshaw pullers earn എന്ത് വഴി, ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് അവര് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, ഇവിടെ ബൈ ആണ് വരേണ്ടത്. എന്ത് വഴി, മീൻസ് ഓർ മെത്തേഡ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിംഗ് ദ പാസഞ്ചേഴ്സ് ഇസ് സോൺലി ദയേഴ്സ്. ദ റവന്യൂസ് ഇവിടെ എന്താ വരേണ്ടത്, ദ റവന്യൂസ് ഡാഷ് ആർ റിക്ഷോ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ്. ഇവിടെ എന്താ, ആരുടെ, എന്തിന്റെ, ആ കണക്ഷൻ ആണ് കാണിക്കുന്നത്. ഓഫ് ദ റവന്യൂസ് ഓഫ് ആർ റിക്ഷോ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ് 30-40. ഇവിടെ ഡയറക്ഷൻ കാണിക്കുന്നത് 30 നിന്നും 40ലേക്ക്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, 2 ആണ് വരേണ്ടത്. ആ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, 30 നിന്നും 40ലേക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹാവ് ഇൻക്രീസ് 30 to 40% എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാലോ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇൻസേർട്ട് സ്യൂട്ടബിൾ പ്രൊപ്പോസിഷൻ ഇൻ ദ ഫോളോയിങ് ബ്ലാങ്ക്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല, നോക്കാം നമുക്ക്. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, കാലിക്കറ്റിൽ നടന്ന എന്തോ ഒരു സംഭവമാണ്. വേൾഡ് ഹാർട്ട് ഡേ വാക്ക് ഓർഗനൈസ് ഡാഷ് ദ മുനിസിപ്പൽ ഇൻ അസോസിയേഷൻ. ഇവിടെ എന്താ വരേണ്ടത്, ഓർഗനൈസ്ഡ് അറ്റ് വേൾഡ് ഹാർട്ട് ഡേ വാക്ക്. ഇതാണ് നടത്തിയ സംഭവം. എന്താണ് വേൾഡ് ഹാർട്ട് ഡേ ഓർഗനൈസ്ഡ്, അറ്റല്ലേ വരേണ്ടത്, എവിടെ എന്നുള്ളതാണ് അവിടെ കാണിക്കേണ്ടത്. ഓക്കെ, എനിക്കൊരു കൺഫ്യൂഷൻ ആയി. വേൾഡ് ഹാർട്ട് ഡേ വാക്ക് ഓർഗനൈസ്, ഇതാണ് നടത്തിയ സംഭവം, എവിടെ എന്നുള്ളതാണ് കാണിക്കുന്നത്. അറ്റ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ അസോസിയേഷൻ, എന്താ പറയേണ്ടത്, ആരുടെ കൂടെ അസോസിയേഷൻ ചെയ്തു എന്നുള്ളതാണ്. കൂടെ എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, വിത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിക്കുമ്പോൾ ആ അർത്ഥം വരും. വേൾഡ് ഹാർട്ട് ഡേ വാക്ക് ഓർഗനൈസ്ഡ് അറ്റ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ അസോസിയേഷൻ വിത്ത് കേരള ഹാർട്ട് കെയർ സൊസൈറ്റി ഇൻ കോഴിക്കോട്. ഇനി ഇതിവിടെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് ഇങ്ങനെ ഡേറ്റ് മാത്രം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ് കേട്ടോ. ഓൺ ട്യൂസ്ഡേ വിറ്റ്നസ്ഡ് ഓവർ 700 പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇവന്റ്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ പ്രൊപ്പോസിഷൻസിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 പ്രൊപ്പോസിഷൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എവിടെ യൂസ് ചെയ്യണം, എന്ത് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത് ഈ ഒരു ഗ്രാമർ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് പ്രൊപ്പോസിഷൻസിന്റെ മാർക്ക്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.